നമസ്കാരം. ബ്രന്റ് ക്രൂഡിൻ്റെ വില $100 പെർ ബാരൽ എന്ന ലെവലിന് മുകളിലേക്ക് ഉയർന്നിട്ടും രൂപയുടെ മൂല്യം റെക്കോർഡ് ലോയിലേക്ക് ഇടിഞ്ഞിട്ടും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് മൊമെൻറ്റം വരികയും ഇൻഡെക്സ് 0.72% ഉയർന്ന് 23,581 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിലും ബൈയിങ് മൊമെൻറ്റം ശക്തമായിരുന്നു. മിഡ് ക്യാപ് ഇൻഡെക്സ് 1.08%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.43% ഉയർന്നു. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് സെൻസെക്സ് 1500 പോയിൻറ്റിൻ്റെ നേട്ടമാണ് കൈവരിച്ചത്. ആദ്യം തന്നെ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഈ റാലിക്ക് പിന്നിലെ കാരണം മനസ്സിലാക്കാം. മാർക്കറ്റിൽ വന്നിരിക്കുന്നത് ഒരു ഷോർട്ട് കവറിംഗ് റാലിയാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. കാരണം ക്രൂഡിൻ്റെ വില ഇപ്പോഴും $100 പെർ ബാരലിന് മുകളിലാണ്. കൂടാതെ രൂപയുടെ മൂല്യത്തിലും തുടർച്ചയായ ഇടിവ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് രൂപയുടെ മൂല്യം റെക്കോർഡ് ലോ ആയ 92.38 എന്ന ലെവലിലേക്കാണ് എത്തിയിരിക്കുന്നത്. കൂടാതെ US-ഇറാൻ സംഘർഷത്തിലും അയവ് വന്നിട്ടില്ല. US-ഇറാൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ചാനലുകൾ തുറന്നിട്ടുണ്ടെങ്കിലും ഇന്നും ഇറാന് മുകളിൽ US ശക്തമായ ആക്രമണം നടത്തി. കൂടാതെ ഇറാൻ്റെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറെ അല്ലെങ്കിൽ ഇറാൻ്റെ സെക്യൂരിറ്റി ചീഫിനെ ഇസ്രായേൽ വധിച്ചു എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തെ കൂടുതൽ മോശമാക്കാനും ക്രൂഡിൻ്റെ വില $100 മുകളിൽ തുടർച്ചയായി കണ്ടിന്യൂ ചെയ്യുന്നതിനും മാർക്കറ്റിനെ പ്രേരിപ്പിക്കുന്നു. എന്നാലും പല സ്റ്റോക്കുകളിലും വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി വന്നതും കഴിഞ്ഞ ദിവസങ്ങളിലെ തുടർച്ചയായ കറക്ഷന് ശേഷം മാർക്കറ്റിൽ വന്ന ബൈയിങ് ടെൻഡൻസിയുടെയും പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകിയത്. പല സെക്ടറിലും പല സ്റ്റോക്കുകളിലും വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും പല മികച്ച സ്റ്റോക്കുകളും ഡിസ്കൗണ്ട് പ്രൈസിലും ലഭിക്കുന്നുണ്ട്. ഇന്ന് നിഫ്റ്റി മെറ്റൽ 2.82%, ഓട്ടോ 2.11%, റിയാലിറ്റി 1.80%, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ 1% ഉയരുകയും ചെയ്തു. ഇനി ടെക്നിക്കലി നോക്കുകയാണെങ്കിലും മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു മൊമെൻറ്റം എത്ര കാലം നിലനിൽക്കും എന്ന് പറയാൻ സാധിക്കുകയില്ല. അതേസമയം ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് വാല്യൂ ബൈയിങ്ങിനുള്ള മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ മാർക്കറ്റിൽ കഴിഞ്ഞ 2 ദിവസമായി ബുള്ളിഷ് ക്യാൻഡലുകൾ ഫോം ചെയ്യുന്നുമുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 23,350, 23,300 തുടങ്ങിയ ലെവലുകളാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുക. 23,800 വരെ മാർക്കറ്റ് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. 23,800, 23,950 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസായും പ്രവർത്തിച്ചേക്കും. 24,000 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നു എന്ന് നമ്മൾക്ക് അനുമാനിക്കാനും സാധിക്കും. ഇനി 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നതും ബോട്ടം ലെവലിൽ നിന്നും ബൈയിങ് വന്നതുമായ ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് എറ്റേണൽ. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ എറ്റേണൽ 6% ഉയർന്ന് 234 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ 209, 52 വീക്ക് ലോയിൽ നിന്നും ബൈയിങ് സ്റ്റോക്കിൽ ആരംഭിക്കുകയും ചെയ്തു. സ്റ്റോക്ക് 52 വീക്ക് ഹൈ ആയ 368 നിന്നും ഏകദേശം 40% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. എറ്റേണൽ എന്ന സ്റ്റോക്കിന് പ്രമുഖ ബ്രോക്കേജ് ഫിമായ JM ഫിനാൻഷ്യൽ ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. വരുന്ന 1.5 വർഷത്തെ കാലയളവിലേക്ക് അല്ലെങ്കിൽ ഏകദേശം 1 വർഷത്തിലേറെ ഹോൾഡ് ചെയ്യാൻ സന്നദ്ധതയുള്ളവർക്ക് സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാമെന്നാണ് JM ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. കൂടാതെ സ്റ്റോക്കിൻ്റെ പാസ്റ്റ് പെർഫോമൻസും മികച്ചതാണ്. കഴിഞ്ഞ 1 വർഷം കൊണ്ട്, അതായത് 2025 ഏകദേശം 125% റിട്ടേണും 2024 108% റിട്ടേണും നൽകിയ ഒരു സ്റ്റോക്കാണ് എറ്റേണൽ. ഇനി എറ്റേണൽ എന്ന സ്റ്റോക്ക് തുടർച്ചയായി ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം കമ്പനിയുടെ ലീഡർഷിപ്പിൽ വന്ന മാറ്റവും കൂടാതെ മിഡിൽ ഈസ്റ്റിൽ ഉടലെടുത്ത സംഘർഷത്തെ തുടർന്ന് LPGയുടെ ലഭ്യത കുറവുമാണ്. LPGയുടെ ലഭ്യത റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൊമാറ്റോ എന്ന കമ്പനിയുടെ പെർഫോമൻസും അല്ലെങ്കിൽ എറ്റേണൽ എന്ന കമ്പനിയുടെ പെർഫോമൻസും മോശമായി. ഇതുമൂലമാണ് സ്റ്റോക്കിൽ തുടർച്ചയായ ഇടിവ് വന്നത്. അതേസമയം കാര്യങ്ങളൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമ്പോൾ, അതായത് യുദ്ധം ഒരു ഷോർട്ട് ടൈമാണ്, ഈ യുദ്ധം അവസാനിച്ച് കാര്യങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമ്പോൾ സ്റ്റോക്ക് വീണ്ടും അതിൻ്റെ റീസെൻറ്റ് ഹൈയിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് JM ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ, അതായത് യുദ്ധം മൂലം LPGയുടെ ഷോർട്ടേജ് മൂലം കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന ഓർഡറുകളിൽ 25% ഇടിവുണ്ടായാൽ പോലും കമ്പനിയുടെ NOV വാല്യൂ 15% മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് സ്ട്രോങ് ബിസിനസ് വാല്യൂവിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനാണ് JM ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. JM ഫിനാൻഷ്യൽ സ്റ്റോക്കിന് 400 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 70% റിട്ടേൺ തരാനുള്ള
റിട്ടേൺ തരാനുള്ള ശേഷി. ഇനി ടെക്നിക്കൽ ഫ്രണ്ട് നോക്കുകയാണെങ്കിലും സൊമാറ്റോ അല്ലെങ്കിൽ എറ്റേണൽ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാം. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 221 ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുന്നുണ്ട്. 234 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും 244 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. 244 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 256 വരെ സ്റ്റോക്ക് ഉയർന്നേക്കാം. 221 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്